നമ്മളെ സാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു എല്ലാം സെറ്റിങ്സ് ചെയ്തോ ജെനി. അപ്പം സാരിയുടെ എക്സ്പെർട്ടുകളാണ് താ നിൽക്കുന്ന ജെനിയും നമ്മുടെ ഷിജാമോളും പിന്നെ ബാക്കി എല്ലാവരും കേട്ടോ. എങ്കിലും കൂടുതൽ കളക്ഷൻസിന്റെ കാര്യങ്ങൾ ഇവനൊക്കെ ഡിസൈനറാണ്, ഡിസൈനറിൽ നിന്ന് ഇതിനകത്തോട്ട് വന്നതാണ്, അത്രയും അറിയാം അവർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഉണ്ടാ ഓരോന്നോരോന്ന് താമോനെ ഓരോന്ന് ഇതാണ്ട് ഇതെടുത്തേ. ഷിജാമോൾ അടുത്തൊരു കളർ തരണം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ആ കളർ എടുത്തേന്ന് ഓപ്പൺ ചെയ്യും. നല്ല സാരീസ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഈ ഒരു ഐറ്റത്തിന് നല്ല സെയിലല്ലേ ഷിജ? എത്ര നമുക്ക് വന്നിട്ടും സെയിലാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാം ഫ്രഷ് പീസാണ്. ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റിനോ എനിക്കൊന്ന് വെഡിങ്ങിന് പോലും എടുക്കത്തില്ലേടാ. വെഡിങ്ങിനും നല്ലതല്ലേ. നമ്മളിപ്പോൾ ഒരു പിള്ളേരെ ഏതായിരുന്നു മോഡലിംഗ് പിള്ളേർക്ക് വന്നിട്ട് ഇത് ഉടുപ്പിച്ചിട്ട് എന്താ ഭംഗിയായിരുന്നല്ലേ കാണാനായിട്ട്. ഇതാ നെറ്റിനകത്ത് എന്താ പറയുക സീക്വൻസ് വർക്കും ആൻറ്റിക് വർക്ക് കേട്ടോ. ബ്ലൗസിൻ്റെയൊക്കെ ഡിസൈൻ നോക്കിയ ബ്ലൗസ് വേണ്ട. ബ്ലൗസ് ദുപ്പട്ട ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉടുപ്പിച്ച് കാണിക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ല, തിരക്ക് കാരണം ഞങ്ങൾ തൽക്കാലം ഉടുത്ത് കാണിക്കുന്നില്ല. ഈ കളറുണ്ടോ സൂപ്പർ കളർ. എല്ലാം എനിക്ക് തോന്നുന്നു റേറ്റൊക്കെ ഏകദേശം ഏതാടാ എത്രനകത്ത് നിൽക്കും 5000 എബോ ആണല്ലേ. 5000 ഉണ്ട്. നമുക്ക് 4000 വരെ ഇതിൻ്റെ സംഭവങ്ങളുണ്ട്. ഇച്ചിരി വർക്ക് കുറയാന്നേ ഉള്ളൂ. 3500 ഒക്കെ വരുമ്പോഴത്തേക്ക് വർക്ക് ഇച്ചിരി കുറഞ്ഞൊക്കെ വരുന്നില്ല. ആ റാണി ചാട്ട ഇതൊക്കെ നോക്കി എന്താ രസമുള്ള കളറാ. ഡാ ജെനി ഓരോന്നോരോന്ന് ഏതെങ്കിലും ഇടയ്ക്ക് നിന്നൊക്കെ കളേഴ്സ് എടുത്താ എഴുതാണ്ട. ഇതുണ്ടോ ഇതൊക്കെ എന്താ രസം. ഇതിനകത്ത് പോയിരിക്കുന്ന വർക്ക് നിങ്ങൾ നോക്കുക, ഭയങ്കര രസമുണ്ടല്ലേ. ശരണി ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ ഷാളത്ത് എടുത്തിട്ട് ഇന്നത്തെ എന്താ കളർ നോക്ക്. ഇത് ജോർജറ്റ് അല്ലേ മോനെ? ഇത് നമ്മുടെ സബ്യസാച്ചിയുടെ ഒക്കെ ഒരു ഇല്ലേ ആ ഒരു ഫീല് വരുന്നില്ലേ കാണാനായിട്ട്. അതിൻ്റെ ബോർഡറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കളർ കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കണോടാ, അല്ലെങ്കിൽ പിന്നെ എന്തോടാ ഇതിനൊക്കെ ഭംഗിയില്ലേ. അതിപ്പോട്ടേം കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തേ മോനെ. ഞാൻ പിന്നെ എന്തായാലും ഓപ്പൺ ചെയ്ത് ഇപ്പോട്ടേം കൂടെ ഇട്ടാ തലയിലോട്ട്. നല്ല രസമുണ്ട്, കാണാവോ നന്നായിട്ട്? കളർ കണ്ടോ? സൂപ്പർ അല്ലേ? ആ പിടിച്ചിട്ട് സൂപ്പർ കളർ. ഇത് മടങ്ങിപ്പോയി മോനെ, ഈ ബോർഡർ മടങ്ങിയിടാ. ഇത് ഉണ്ടോ ഊരി പോവാ. ജസ്റ്റ് ചുമ്മാ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. നല്ല കളേഴ്സും ഈ കളേഴ്സൊക്കെ കിട്ടാൻ എപ്പോഴും പാടുള്ളതല്ലേ നമ്മളെ നമുക്കല്ലേ. നീ ബാക്കിയും തലയൊക്കെ പിടിച്ച് വെക്കണേ, തലേ നടക്കും. അപ്പം ഇതുപോലത്തെ സാരീസൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സുർമ വിസിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത കളേഴ്സ് കാണിക്കാം പെട്ടെന്ന്. അതടിപൊളി മൊത്തം കുളമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റും നമ്മളെ. നിങ്ങൾ കറക്റ്റ് ചെയ്തോ അല്ലേടാ? ഇവിടെ നിപ്പുണ്ടല്ലോ, ഇവനെ കൊണ്ട് നമുക്ക് മൊത്തം മടക്കിക്കണം ഇന്ന്. ആണോടാ നിനക്കൊരു പണിഷ്മെന്റ്? ഇത് നോക്കിയേ, ഇതൊക്കെ രസമല്ലേ എടാ? നിനക്ക് എങ്ങനെ തോന്നി സാരിയൊക്കെ ഉണ്ട്? വെറൈറ്റി ആണോ? അവൻ ഡ്രസ്സൊക്കെ എത്രയോ പേർക്ക് മേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെന്നറിയാമോ? എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഒരു ഫാഷൻ ഷൂട്ട് നടന്നിട്ട് അവൻ ഒരു രാത്രി കൊണ്ട് എത്രയോ ഐറ്റം ഡിസൈൻ ചെയ്ത ഒരാളായി നിൽക്കുന്നത് കേട്ടോ. കാരണം ഓരോരുത്തരുടെ കഴിവുകളെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടല്ലേ. ചിലരൊന്നും പറയാൻ നിൽക്കില്ല, പക്ഷേ അത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അത്രയും കഴിവുള്ള കുട്ടികളാണ് അവരൊക്കെ. ഇതുണ്ടോ? അപ്പം ഇവനടുത്തൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാലോ മോനെ അഭിപ്രായം എങ്ങനെ ഉണ്ടോ ഇതിന്റെയൊക്കെ? അത് കണ്ടണൊക്കെ എങ്ങനെ നല്ല വർക്കല്ലേ ചെയ്തിരിക്കുന്നത്. എത്ര അതിന്റെ ഫ്രിഞ്ചസ് ഉണ്ടല്ലോ താഴെ. കണ്ടോ സൂപ്പർ വർക്ക് കണ്ടോ, നല്ല വർക്ക്. ബ്ലൗസ് ഇതിന് എനിക്ക് ലെഹങ്ക ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഷിജ. ലെഹങ്കയുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ചില വീഡിയോസിലൊക്കെ എടാ പോടാന്നൊക്കെ വിളിക്കും നിങ്ങൾ. ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷ അങ്ങനെയൊക്കെ കേട്ടാ ഞങ്ങൾക്ക് കൂട്ടുകാരെ പോലെ വേണ്ട. ഷിജായ എടീസ് മിക്കവാറും വിളിക്കുന്നത്. അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കലേ നിങ്ങൾ. ഞങ്ങളുടെ ആ ഒരു എന്താ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നത്. എൻ്റെ പിള്ളേർക്കൊന്നും അതിന് പരാതിയൊന്നുമില്ല. ഞാൻ ആ രീതിയിൽ തന്നെ അങ്ങ് പറയുന്നതുകൊണ്ടല്ല. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ഇതുണ്ടെങ്കിലല്ലേ നമ്മൾ പേരൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് അല്ലേ. നോക്കി ഇതൊക്കെ നല്ലതാട്ടോ. ഇതൊക്കെ നല്ല എന്താ പറയുക ലാവണ്ടർ ഷെയ്ഡാണ്. ആ കൂട്ടത്തിൽ ഒരാൾ അപ്പുറത്തുകൊണ്ട് അത് ചെയ്തേക്കുന്നൊന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ കുഞ്ചലം കെട്ടിക്കൊണ്ടിരിക്കുക ഒരാളേട്ടാ. നമ്മുടെ കാഞ്ചീപുരം സാരിയുടെ കുഞ്ചലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ചീപുരം സാരി എങ്ങനെയുണ്ട്? കാഞ്ചീപുരം സാരിയുടെ അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആക്കി എടുക്കാം അല്ലേ. എന്താ പറയുക പാർട്ട് 2 ആയിട്ട് എടുക്കുക. കാരണം വീഡിയോ ഒത്തിരി ലാഗാവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അടുത്തതാട്ടെ സൂപ്പർ. ഇത് സോഫ്റ്റ് ഓർഗൻസാന്നും പറയാ ചേട്ടോ. നല്ല ഭംഗിയുണ്ടടാ. അയ്യോ മാഷാ അല്ലാ അടിപൊളി. ഇത് ഞാൻ പോയി സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ അന്നേരം കാണുന്നതിനെക്കാട്ടിലൊരു ഫീലാണ് എൻ്റെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ കാണുമ്പോൾ. നോക്ക് കണ്ട എന്താ രസം. കിടു ഭയങ്കര കിടു കേട്ടോ. നല്ലത്. ആ ബ്ലൗസിന്റെ വർക്ക് കാണീര് മോനെ തലയിലിടടാ. ഉണ്ടോ? എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ട് അവനാ. ഇപ്പൊ തണ്ട ശരണി പിന്നെ പണ്ടേ ഉണ്ടല്ലോ കൂട്ടത്തിൽ. ഇപ്പോഴാണ് കേട്ടോ ഇവൻ നമ്മുടെ കൂടെ എത്തിയത്. കണ്ടോ നല്ല രസമുള്ള ബ്ലൗസ് കാണിച്ചു കൊടുത്തേ മോനെ. ഇങ്ങനൊന്നും അല്ലടേ എന്തോ ആടേ.
തൽക്കാലം ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, കാരണം ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ വൃത്തിയിലിടാ സെറ്റാക്കി നിർത്തണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് അടുത്തൊരു ഷൂട്ടിന് നമുക്ക് എടുക്കണം. ഇതിന്റെ കളേഴ്സ് എടുക്കണം കേട്ടോ, നല്ലത്. അടുത്ത ഒരെണ്ണം കാണിച്ചു മോനെ, അടുത്ത് കാണിച്ചേ. ഇനി റെഡാണോ വേണ്ടത്? റെഡൊക്കെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും അല്ലേ ശരണേ? റെഡൊക്കെ കൊടുത്ത് നല്ല കളറല്ലേ? റെഡൊക്കെ കൊടുത്ത് അടിപൊളിയായിരിക്കും അല്ലേ? എല്ലാവർക്കും ഭംഗിയായിരിക്കും. ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് അവൈലബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കണോടാ. ഇതെല്ലാം കണ്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ. മാക്സിമം എത്രത്തോളം നമുക്ക് ഹോൾസെയിൽ ഉള്ളതാണ്. ഹോൾസെയിൽ കൈകാര്യം ചെയ്യുന്നത് ശരണേ, ഹോൾസെയിൽ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ എൻ്റെ ശരണയും ഓൺലൈനും ഹോൾസെയിൽ എല്ലാം അവൾമാരൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഹോൾസെയിലൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർ ആയിരുന്നാണോ ശരണേ? ഒത്തിരി കസ്റ്റമർ ആയിരുന്നു. ഇവിടെ അടി കേട്ടോ, ഹോൾസെയിൽ കസ്റ്റമറൊക്കെ ഓരോരുത്തർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡോളി ചേച്ചി ചെയ്യാൻ തോന്നുന്നു അടി ഇടുന്നത്. ഹോൾസെയിൽ കസ്റ്റമർ വന്നാൽ ഓടിപ്പോകുന്ന ഡോളി ചേച്ചി കേട്ടാ. കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയാ മിങ്കിൾ ചെയ്യാൻ അവർക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറുമായിട്ട് നല്ല കൂട്ടാവാൻ കഴിവുള്ളവരാണ് അവരൊക്കെ. പിന്നെ അടുത്ത ഒത്തിരി ടൈമായോ മോനെ? ടൈം ഒത്തിരി ആയോ? ലാഗായോ? ആണെങ്കിൽ നമുക്ക് ഇത് സിമ്പിൾ വർക്കല്ലേ കാണിര്, സിമ്പിളും കാണിര്, എല്ലാം കാണിക്കണമല്ലോ. ഹെവിയും വേണം സിമ്പിളും വേണം, എല്ലാ വർക്കിലും നിങ്ങൾക്ക് അറിയണ്ടേ എന്തൊക്കെയുള്ളത്. ഇത് ഒത്തിരി സാരി ഉണ്ട്. ബാക്കി നമ്മുടെ ഗോഡൗണിൽ പിള്ളേർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കാം. കാരണം എന്ന് വെച്ചാലേ ടൈം പോവും, ഒത്തിരി ലാഗായിപ്പോയി, വീഡിയോ ബോറായിപ്പോൾ. എന്താ ഇത് കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ്. എത്ര ടൈം എടുക്കണോടാ ഇതൊക്കെ ചെയ്ത് വരണേ അല്ലേ? എന്തുമേ ടൈം എടുക്കണം. നമ്മൾ ചെയ്യുന്നവരായതുകൊണ്ട് നമുക്കറിയാം ഇതിന് എന്തുമേ നമ്മൾ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്ന്. ഞാനും ഇതൊക്കെ ചെയ്ത് ഇത് ഫുള്ള് ഹാൻഡാ, മിഷനല്ല. അതാ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ അറിയാം ഫുള്ള് ഹാൻഡ് വർക്കാണ് ഇത്. ഞങ്ങളൊക്കെ ആയാലും ഞാനൊക്കെ ഒരു സമയത്തൊക്കെ രാത്രിയിലൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് തയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പം ഇല്ല എന്തായാലും അൽഹംദുലില്ലാ. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ നടുവൊക്കെ പോയിട്ട് ഞങ്ങളിങ്ങനെ ചിന്തിക്കും, എന്താ ഇത് എത്ര ടൈം എടുക്കണം കേട്ടോ. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഞാൻ അടുത്ത കളർ ചേഞ്ച് വേറെ ഏതാ കാണിച്ചു ഒരു പേസിൽ സെക്കൻഡ് ഇരിക്കുന്ന പേസിലോട്ട് എടുത്തേണ്ട അപ്പുറത്തോടെ കയറി വന്നേ. ഇതുകൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ആണ്. ഇതൊരു വെൽവെറ്റിൻ്റെ ടോൺ നമുക്ക് കിട്ടും കേട്ടോ. ഇതാണ്ടടാ ഇത് കേട്ടോ, അതിൻ്റെ തന്നെ കളർ ചേഞ്ച്. അപ്പോൾ ഇതുപോലത്തെ സാരീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല മോഡൽസ് മാത്രമാണോ ഉള്ളത്. നമുക്കിതാ കണ്ടോ, ഈ കളറൊക്കെ നോക്കി. ഇതൊക്കെ ഒന്ന് ഉടുപ്പിച്ച് വീഡിയോയിലൂടെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഏത് സമയത്തും ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ കസ്റ്റമറും കാര്യങ്ങളും പിന്നെ അവരുടെ മുമ്പ് വെച്ച് നമുക്ക് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ചില സമയത്ത് വെഡ്ഡിങ് കസ്റ്റമർ ഇല്ലാത്ത നേരം നോക്കി ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നല്ല സാരീസ് അല്ലേ, നല്ല ഹെവി സാരീസ്. എന്താ രസം. ബ്രൈഡാണോ ഇങ്ങോട്ടിങ്ങ് പോരാ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതും വേണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത് തരുന്നതാണ്ട്. ഡിസൈനേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മേഖലയിലും കഴിവ് തെളിച്ചുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഒരെണ്ണം കൂടെ കാണിച്ചിട്ട് നിർത്തട്ടെ, ഒത്തിരി ആയില്ലേ, നിങ്ങൾക്ക് ബോറായി തുടങ്ങും ഇനി. വേണ്ട, ഇത് പുതിയൊരു ഡിസൈൻ. അതാ കണ്ടോ, സ്റ്റൈല് കളർ. ഇതെന്ത് കളർ പറയാമോ? ഇതൊരു ബ്രിക്ക് റെഡ് വാട്ടൊന്നും വരുന്നത്, എന്തോ ഒരു വെറൈറ്റി കളർ, നല്ല കളറ്, നല്ല കളറ് കേട്ടോ. ഇതുപോലത്തെ കളേഴ്സും ഒക്കെ എടുക്കണമെങ്കിൽ സുർമ വിസിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം. ഇനി ഇതുപോലത്തെ ഒക്കെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വെറൈറ്റി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും.